ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചത് കേരളത്തിലെ മിൽമയിലെ റിക്രൂട്ട്മെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരം മേഖലയിലും അതോടൊപ്പം തന്നെ മലബാർ മേഖലകളിലും മിൽമയ്ക്ക് കുറേയധികം ഒഴിവുകളുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് നോംസ് അനുസരിച്ച് തന്നെ ഒരു വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തണം എന്ന തരത്തിലേക്ക് ഞങ്ങൾ വരികയും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരളത്തിൽ ഞങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് മിൽമയുടെ ദക്ഷിണ മേഖല യൂണിയനായ തിരുവനന്തപുരം മിൽമയിലും അതോടൊപ്പം തന്നെ ഇന്ന് ഉത്തര മേഖല യൂണിയനായ മലബാർ മിൽമയിലും മാനവ വിഭവശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുവഴി നമ്മുടെ മിൽമയെ ഉയർച്ചയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യങ്ങളോടുകൂടി ഒഴിവുള്ള സ്ഥിരം തസ്തികകളിൽ നിയമനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർക്കണമെന്ന് തീരുമാനിച്ചു. ക്ഷീര കർഷകരുടെ ഇന്ന് ഒരു സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ സഹകരണ സ്ഥാപനം എന്ന നിലയിൽ അവിടുത്തെ സ്ഥിര നിയമനങ്ങളിൽ ക്ഷീര കർഷകർക്കും അവരുടെ ആശ്രിതർക്കും നിയമന സംവരണം കൊണ്ടുവരുന്നതിന് സർക്കാർ തത്വത്തിൽ ഇപ്പോൾ അനുമതി നൽകിയിരുന്നു. സഹകരണ ചട്ടങ്ങളിൽ ആയതിനു വേണ്ട ഭേദഗതി വരുത്തുന്നത് വരെ നിലവിൽ ഇന്ന് നടക്കുവാൻ പോകുന്ന നിയമനങ്ങളിൽ ക്ഷീര കർഷകർക്കും അവരുടെ ആശ്രിതർക്കും മുൻഗണന ഏർപ്പെടുത്തുവാൻ ഇന്ന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മിൽമയിൽ നടത്തുവാൻ പോകുന്നത് കഴിഞ്ഞ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന നിയമന പ്രക്രിയ യൂണിയനിൽ ദീർഘകാലമായി ഒഴിഞ്ഞുകിടക്കുന്ന വിവിധ തസ്തികകളിലേക്ക് നിലവിലെ സഹകരണ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി നിയമന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള കൃത്യമായ ചട്ടക്കൂട് തയ്യാറാക്കി ഉത്തരവാകുകയും അതുവഴി 8 അംഗ റിക്രൂട്ട്മെന്റ് കമ്മിറ്റി രൂപീകരിച്ച് നിയമന നടപടികൾ കർശനവും സുതാര്യവുമായി മുന്നോട്ട് പോകുന്നതിനും ഈ സർക്കാരിൻ്റെ സമയോചിതവും ഫലപ്രദവുമായ ഇടപെടലുകൾ ഏറെ സഹായകരമായിട്ടുണ്ട്. നമ്മുടെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് നിരവധി നയപരമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആയതിനാൽ ഒരു പരിധിവരെ ആശ്വാസമാകുന്ന തരത്തിൽ വിവിധ തസ്തികകളിലെ 198 ഒഴിവുകളിലേക്കാണ് തിരുവനന്തപുരം മേഖലാ യൂണിയൻ നിയമന വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലബാർ മേഖലയിൽ 23ഓളം വരുന്ന തസ്തികകളിൽ 47 ഒഴിവുകളാണ് ഇന്ന്